ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് അൻവറിനെ കറിവേപ്പില പോലെയാണ് കളയുന്നത്, മറ്റു മുന്നണികളും അതല്ലേ സമീപനം എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ആരാ പറഞ്ഞു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറഞ്ഞതായിട്ട് ഞാനും കേട്ടു, ഞാനത് കണ്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്, കറിവേപ്പില എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കാണ്. അത് ഭയങ്കരമായിട്ട് രുചി ഉണ്ടാക്കും. നമ്മളൊക്കെ കറിയിൽ ഉപയോഗിക്കുന്നതാണല്ലോ. ഏത് കറിക്കും അത് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ വലിയ പോഷക ഗുണമുള്ള സാധനം കൂടിയാണ് കറിവേപ്പ്. ആ കറിവേപ്പിലെ പോലെ തന്നെ ആക്കിയെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ ചെറിയൊരു വസ്തുത ഉണ്ടല്ലോ. വസ്തുത ഇല്ല എന്ന് പറയാം. ഇപ്പോഴത്തെ എൻ്റെ പൊസിഷൻ ഏകദേശം കറിവേപ്പിലയാണല്ലോ. എല്ലാ പോഷക ഗുണങ്ങളും ഊറ്റി സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ എന്താ ചെയ്യുക, ആ ടേസ്റ്റ് ആക്കിയിട്ട് ആ കറിവേപ്പില എടുത്ത് മാറ്റും. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് അത് കറക്റ്റാണ്. ഇപ്പൊ ഒരു കറിവേപ്പിലയുടെ പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. എങ്ങനെ കറിവേപ്പില അവസാനം എടുത്ത് പുറത്തേക്ക് എടുത്ത് കളയുമല്ലോ, ആ ഒരു അർത്ഥത്തിലാണ്. അതിന്റെ ഗുണം മുഴുവൻ കിട്ടുമല്ലോ. പിന്നെ ഈ കറിവേപ്പില തന്നെ കടിച്ചിറക്കുന്നവരുണ്ട്, അവന് കുറച്ചും കൂടെ കൂടുതൽ ഗുണം കിട്ടും. ചിലവരെടുത്ത് കളയും. ഞാനൊക്കെ കറിവേപ്പില കഴിക്കുന്നതല്ല. പിന്നെന്ത് സംശയം? സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ നിലമ്പൂർ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? അത് എന്താ, അത് ആ പാർട്ടിക്കല്ലേ അറിയുള്ളൂ. എന്നോട് ചോദിച്ചിട്ട് ഞാൻ അല്ല, അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. നല്ല സ്ഥാനാർത്ഥിയാണ് അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? അല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ല, എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ്. അത് നല്ലതാണോ കെട്ടതാണോ എന്ന് അറിയാം 23-ാം തീയതി. അല്ല, അങ്ങനെയൊക്കെ നമുക്ക് നോക്കാന്നേ, അത് പറയാനായിട്ടില്ലല്ലോ. ഞാനിപ്പോ ഇവിടുത്തെ കുറച്ച് ഉത്തരവാദിത്തപ്പെട്ട ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാട്ടിന്റെ മതേതരത്വം ഇഷ്ടപ്പെടുന്ന, ഈ സമൂഹത്തിൽ ശാന്തിയും സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന 3 സാമുദായിക ലീഡർഷിപ്പാണ് എന്നെയായിട്ട് ബന്ധപ്പെട്ടത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് സമയം തരണമെന്ന് പറഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ട് അത് കൊടുക്കണ്ടേ? അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഇന്നലെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു, ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞു. എന്ത് തീരുമാനമാണോ ഉചിതമായത് അതെടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് പാർട്ടിയുടെ എല്ലാവരും കൂടിയിട്ടുള്ള തീരുമാനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാം. അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം എപ്പോഴാണോ തീരുമാനം എടുക്കേണ്ടത് ആ സമയത്ത് തീരുമാനം നിങ്ങളെ വിളിച്ച് ഇരുത്തി പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. എല്ലാത്തിനും ബന്ധപ്പെടുന്നുണ്ട്. എന്തൊക്കെ മനുഷ്യന്മാരെല്ലാം അങ്ങോട്ടും കൂടെ ബന്ധപ്പെടില്ലേ?